കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഐഫോണുകളുടെ വില കുറച്ച് ആപ്പിള്. 3 മുതൽ 4% വരെ ഫോണുകളുടെ വിലയിൽ കുറവുണ്ടാകും. കേന്ദ്രം സ്മാർട്ട്ഫോണുകളുടെ ഇറക്കുമതി നികുതി 15 മുതൽ 20% വരെ കുറച്ചതിനു പിന്നാലെയാണ് പുതിയ ഐഫോണ് വിലവിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. ഐഫോണ് 15, ഐഫോണ് 15 പ്രോ, ഐഫോണ് 15 പ്രോ മാക്സ്, ഐഫോണ് 14, ഐഫോണ് 13, ഐഫോൺ SE ഫോണുകളുടെ വിലയിലെല്ലാം മാറ്റമുണ്ടാകും. 300 രൂപ മുതൽ 6000 രൂപ വരെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതാദ്യമായാണ് ഐഫോൺ പ്രോ മോഡലുകളുടെ വില ഇന്ത്യൻ മാർക്കറ്റിൽ കുറയ്ക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോൺ 13, ഐഫോൺ 14, ഐഫോൺ 15 മോഡലുകൾക്ക് $3.6 വില കുറയുക. ഏകദേശം 300 രൂപ വരുമിത്. ഐഫോൺ SEക്ക് 2300 രൂപയും ഐഫോൺ 15 പ്രോയും പ്രോ മാക്സും 6000 രൂപ വിലക്കുറവിലും ലഭിക്കും. ഐഫോണ് 15 പ്രോ 1.29 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും. പ്രോമാക്സിന്റെ വില 1.59 ലക്ഷത്തിൽ നിന്ന് 1.54 ലക്ഷമായി കുറഞ്ഞു. അതേസമയം പുതിയ നിരക്കുകൾ ഐഫോൺ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിലക്കുറവ് ചെറിയ ആശ്വാസമാണെങ്കിലും മറ്റു വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും ഐഫോൺ വിലയേറിയ വസ്തു തന്നെയാണ്. US വിപണിയിൽ ഏകദേശം 83,000 രൂപ വിലയുള്ള ഐഫോണ് പ്രോ മോഡല് ഇന്ത്യയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏകദേശം 1.29 ലക്ഷം രൂപ നൽകണം. ചൈനീസ് വിപണിയിൽ ഐഫോണിന് ഡിമാൻഡ് കുറയുന്നതിനിടെയാണ് ഇന്ത്യയിലെ വില കുറയുന്നതെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ ചൈനയിലേക്കുള്ള ഐഫോണ് ഇറക്കുമതിയിൽ 6.7% ഇടിവുണ്ടായതായാണ് ടെക് റിസർച്ച് സ്ഥാപനമായ കനാലിസ് പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാകുന്നത്. ചൈനയിൽ പ്രതിസന്ധിയിലൂടെയാണ് ആപ്പിൾ കടന്നുപോകുന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യ ഇപ്പോഴും ആപ്പിളിന്റെ സുപ്രധാന വിപണികളിലൊന്നായി തുടരുകയാണ്. ഇന്ത്യയിൽ ആപ്പിൾ ഉപയോക്താക്കള് കുതിച്ചുയരുകയാണെന്നാണ് US ആസ്ഥാനമായുള്ള മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചെയ്തത്. 2023 42% വർധനയാണ് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിൽ ആപ്പിളിനുണ്ടായത്. $8.7 ബില്യൺ ആപ്പിളിന്റെ ഇന്ത്യന് വരുമാനം ഉയർന്നിരുന്നു. ഐഫോൺ ഇറക്കുമതിയിലും വൻ കുതിപ്പുണ്ടായി. 39% മുൻവർഷത്തെ അപേക്ഷിച്ച് 2023 വർധന. ഇതുവഴി ലോകത്തെ തന്നെ ഐഫോണിന്റെ 5ാമത്തെ വലിയ വിപണിയായും ഇന്ത്യ മാറി. യൂറോപ്യൻ യൂണിയനിലെ ഒറ്റ രാജ്യം പോലും ഇന്ത്യയ്ക്ക് മുന്നിലില്ലെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ രാജ്യത്ത് ആദ്യമായി ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് മോഡലുകൾ നിർമ്മിക്കാനും ആപ്പിൾ ആലോചിക്കുന്നുണ്ട്.